പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന കൂലി വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാല ബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മഹാത്മാ ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാഹോർ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ആൻസർ ഓപ്ഷൻ ഡി ആണ് കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അമേരിക്ക. മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തൃശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് EMS നമ്പൂതിരിപ്പാട്. 1917 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗൗരി പാർവതി ഭായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പോറ്റി ശ്രീരാമലു. എന്നാൽ കമ്മീഷനിൽ ഉൾപ്പെട്ടവരാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രോ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് APJ അബ്ദുൽ കലാം. കാറുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ആൻസർ ഓപ്ഷൻ ബി ആണ് ജിലിമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിക്കിടയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ദിര പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോൾ നിലവിൽ കറക്റ്റ് ആയിട്ടുള്ളത് മുഹമ്മദ് മസ്താഖ് ആണ്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജഗദീപ് ധൻഖർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓർബിറ്റൽ, ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇതെല്ലാം തന്നെ ചന്ദ്രയാൻ 3 ISRO വിക്ഷേപിച്ചവയാണ്. താഴെ പറയുന്നതിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ്. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കോമ്പല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാനായിട്ട് ഉള്ളതാണ്, അതാണ് ശരിയായിട്ടുള്ളത്. ലോല എന്ന ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കണ അല്ലെങ്കിൽ റിക്കൺസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2023. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു.
മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജെയിന്റ് വീലിന്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണ കമ്പികളുടെ ചലനം ഇതെല്ലാം ദോലനത്തിന് ഉദാഹരണങ്ങളാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ടൈറ്റാനിയം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. എന്നാൽ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ചിക്കൻ പോക്സ്. നിപ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വവ്വാൽ. ഇൻസുലിന്റെ പ്രവർത്തനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡയബറ്റിക് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രമേഹം. എന്നാൽ സാധ്യതയുള്ള രോഗങ്ങളാണ് അരിസ്റ്റോക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രോഗകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ആൻസർ ഓപ്ഷൻ സി ആണ് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് പകരുന്നില്ല. എന്നാൽ ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ എയ്ഡ്സ് രോഗം പകരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 28%. അടുത്തത് മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 3030 ഹരണം 15 + 15 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 217. രണ്ട് സംഖ്യകളുടെ ലസാഗു 108 ഉസാഗ 18 സംഖ്യകളിൽ ഒന്ന് 54 ആയാൽ മറ്റേ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 36. ചെറുത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 8/13. 5/6.625 0.7547 ആയാൽ 5/6625 എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 0.007547. അടുത്ത ചോദ്യം, √136/64 എത്രയാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് 1/4. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 80. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 500. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1 മണിക്കൂർ 50 മിനിറ്റ്. റൂട്ട് 3249 ഈക്വൽ ടു 57 ആണ് എങ്കിൽ റൂട്ട് 3249 അധികം റൂട്ട് 32.49 അധികം റൂട്ട് 3,24,900 മൈനസ് റൂട്ട് 0.3249 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 632.13. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 25. അടുത്തത് ബോർഡ് മാസ് റൂളിലുള്ള ഒരു ചോദ്യമാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് 7. 4,7,12,19,39 വിട്ടുപോയ ഭാഗത്തിൽ വരുന്ന ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 28. 93-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 27. സമാനമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സമാനമല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബിന്ദു, രേഖ, കോൺ, ത്രികോണം ഈ ഒരു രീതിയിലാണ് വരുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? 31, 41, 51, 61. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി 51 ആണ്. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 25 വയസ്സ്. ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ആൻസർ ഓപ്ഷൻ എ ആണ് 130 മീറ്റർ. 99-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 0. 61-ൽ എത്ര 6 ഒന്നുകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ് 366.